ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ റംബൂട്ടാൻ മരത്തിൽ നിന്ന് കുറേ റംബൂട്ടാൻ ചാടി പോയിക്കണം, മഴയൊക്കെ ആയിട്ട് ചാടി പോയിക്കണം. ഇപ്പോൾ നല്ല വെയിലാട്ടോ. ഇതേമാതിരി കാലാവസ്ഥയാണ് നമുക്ക് റംബൂട്ടാൻ ഒറ്റ നഷ്ടപ്പെടില്ലല്ലോ. പക്ഷേ കുറേ മഴ കയറിയത് കൊണ്ട് തന്നെ റംബൂട്ടാൻ കുറേ ചാടി പോയിക്കണം. പക്ഷെ എന്നാലും കുറച്ച് റംബൂട്ടാനുകളൊക്കെ മരത്തുമ്പോൾ ഉണ്ട്, അവിടെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മൂത്തതൊക്കെ ഉണ്ട്, പൂത്ത് നിൽക്കുന്നുണ്ട്, അതൊക്കെ നമുക്ക് പറിക്കാം കേട്ടോ. ഇവിടെ നിങ്ങൾ എല്ലും തോലേക്കണം, ഇതൊക്കെ ചാടിപ്പോയതാണ്. ഇതിലൊക്കെ നിറച്ചുണ്ടായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ 25 കിലോനോളം റംബൂട്ടാൻ ഇവിടെ ഉണ്ടായിട്ടോ. അത് വലുതായി കിട്ടുകയാണെങ്കിൽ അവിടെ ഫുള്ള് പോയി. ഇവിടെ കുറച്ചുണ്ട്. ഇവിടെ ഓരോന്ന് രണ്ടെണ്ണമൊക്കെ ഇവിടെ കാണുന്നു മുകളിലൊക്കെ. പക്ഷെ ഇവിടെ ഒരു കൊല ഫുള്ളുണ്ട്. നമ്മൾ കവറിട്ട് വെച്ചിരുന്നു, അത് നമുക്ക് പറിക്കാം. ഞാൻ നോക്കുക, അതായിക്കോ നോക്കുക. നമ്മൾ കടിയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ല വലിപ്പമുണ്ട്. അടിപൊളി റംബൂട്ടാൻ. മണി ഞാൻ വന്ന് നമുക്ക് പൊളിച്ചു നോക്കാം. ജിമ്മന്നിന് വെച്ചാണ് പൊളിച്ചു നോക്കാം. കടിച്ച കണ്ടോക്കാം. അല്ലേ നമ്മൾ അതിമ്പോൾ നീര് കളിച്ചു. നല്ല മധുരമാണ്. അയ്യവാ അടിപൊളി. ഇപ്പം നമ്മളിങ്ങനെ കുഴിച്ചിട്ട സാധനമൊക്കെ ഇങ്ങനെ ഉണ്ടാകാറുമ്പോഴേ നല്ല രസമായിക്കാം. മനസ്സിനൊരു സന്തോഷമാണല്ലോ. നമ്മളെ കുഴിച്ചിട്ട മരത്തുമ്പോൾ നിന്ന് കായ്ച്ചുകൊണ്ട് ഇങ്ങനെ പറിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ പറിച്ച് ഡയറക്റ്റ് കഴിക്കാറുമ്പോൾ വമ്പൻ ടേസ്റ്റാട്ടോ. ഈ കുരുമെന്ന് പോരുന്ന സൈസ് റംബൂട്ടാൻ നമ്മൾ കേട്ടോ. ഇതൊട്ടാകുമ്പോൾ അങ്ങനെ ഉണ്ടാവും, തയ്യാകുമ്പോൾ അങ്ങനെ വരില്ല. അപ്പോൾ ഇത് മൊത്തം നമുക്ക് പറിക്കട്ടോ. ഈ കൊല അങ്ങനെ പറിക്കാം അല്ലേ, മൊത്തം അങ്ങനെ കട്ട് ചെയ്യട്ടോ. നിങ്ങൾ അടിപൊളി. ഇനി അവിടെ ഇവിടെയൊക്കെ ഓരോന്നുണ്ട്, അത് നമുക്ക് പറിച്ച് വെക്കാം. മറ്റേ കിളികൾ കൊണ്ടുപോകുന്നതിന് മുമ്പേ. പക്ഷെ ഇതിങ്ങനെ നല്ല ഇതേമാതിരിക്കത്ത് അവിടെയൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ചാടിപ്പോയി. പണ്ടില്ല നിങ്ങൾ ഇതാ കിട്ടിയത് ആകെ 20 കിലോനോളം കിട്ടേണ്ടതായിരുന്നു. പക്ഷെ ഒക്കെ ചാടിപ്പോയിട്ടോ. മഴ ആയതുകൊണ്ട്. മഴ ഇതിന് പറ്റില്ല തോന്നുന്നു. അപ്പോൾ പറഞ്ഞ പോലെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ കരുതി വരുന്ന കൊല്ലം നമുക്കൊരു വെള്ള ഷീറ്റ് കെട്ടാം, മഴ കൊള്ളാത്ത രീതിയിൽ ചെയ്ത് നോക്കാമെന്ന് കരുതുന്നുണ്ട്. പക്ഷേ പിന്നെ വേറെ എന്തൊക്കെയാണ് മരുന്ന് അടിച്ചാൻ പറ്റും എന്നൊക്കെ പറയുന്നത് കേട്ടോ. എന്താ അറിയില്ല. ഇത് മഴ ആയതുകൊണ്ട് ഫുള്ള് ചാടിപ്പോയി. ഇപ്പോൾ ഉണങ്ങി കിടക്കേണ്ട അടിയിലൊക്കെ ചാടിക്കൊണ്ടുണ്ട്. ഇപ്പോൾ ഇതേമാതിരിക്കത്തെ വെയിലാണെങ്കിൽ നമുക്ക് ഒറ്റ നഷ്ടപ്പെടില്ലേനു. അപ്പോൾ നമ്മളെ തായ്ലൻഡ് കുള്ളൻ്റെ മാവ് ഇതിമൊക്കെ ഏകദേശം ഫുള്ളായിട്ട് മാങ്ങ ഉണ്ടായി കഴിഞ്ഞു കേട്ടോ. അതേപോലെ സപ്പോർട്ടുണ്ട്. പിന്നെ അവിടെ നമ്മൾ ഇത് വെച്ചിട്ടുണ്ട്, ഇവിടെ മുസമ്പി വെച്ചിട്ടുണ്ട്, മുസമ്പി ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഓറഞ്ചിൻ്റെ മരമുണ്ട്, ഓറഞ്ച് അത് ചെറുതായിട്ടുണ്ട്. പിന്നെ റെഡ് ലേഡി പപ്പായ ഇവിടെ ഒന്ന് വെച്ചിട്ടോ, ചെറുത് ഒന്ന് വെച്ചിട്ടുണ്ട്. നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ട് പടന്ന് പന്തലിച്ച് വരുന്നുണ്ട് അല്ലേ, കുഴപ്പമില്ലാതെ വരുന്നുണ്ട്. അബ്യൂ എന്താ അറിയില്ല കേട്ടോ, വലിയ ഉഷാറില്ല, വലിയ ദമ്മിലുണ്ടാണ്. എന്താ സംഭവം അറിയില്ല. ഞങ്ങൾ അബ്യൂ ഇതാണ്, നമ്മൾ അബ്യൂ റെഡിയാവുന്ന കരുതാ കുഴിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ അറേബ്യൻ അത്തിയതാ നമ്മൾ കുഴിച്ചിട്ട് അറേബ്യൻ അത്തിയ. അപ്പോൾ അതിമത് അവർ കുഞ്ഞു കായ ഉണ്ടാവണം. കണ്ടി നിങ്ങൾ, നമ്മൾ കുഴിച്ചിട്ട സാധനം കായൊക്കെ ഉണ്ടാകുക പറഞ്ഞാൽ വളരെ സന്തോഷമുള്ളൂ. ഇതിന് മുമ്പ് ഒരു കായ ഉണ്ടായിട്ടോ, അത് പിടിച്ചില്ല. ചെറിയ മരമാകുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ചാടി പോകുമായിരിക്കും. ഏതായാലും ഇതിമ ഒരു കായ ഉണ്ടായിക്കണം. ഇപ്പോൾ പേരക്ക ഗോൾഡൻ പേരാണ്, അത് ഒരട്ടം കായ ഉണ്ടായിക്കൊണ്ട് പോയി. അതേപോലെ തന്നെ നമ്മളെ പ്ലാവ് വിയറ്റ്നാം സൂപ്പർ എയർലിൻ്റെ പ്ലാവാണ്. അത് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഗ്രോത്ത് ഉണ്ട് കേട്ടോ, നല്ല ഉഷാറായിട്ടുണ്ടാകുന്നുണ്ട്. പിന്നെ അതവിടെ വേറൊന്ന് നമ്മൾ കുഴിച്ചിട്ടുണ്ട്, അത് റെഡിയായി വരുന്നുള്ളൂ. ഇപ്പോൾ കുഴിച്ചിട്ടുള്ളൂ കേട്ടോ. മഴ പെയ്ത് കഴിഞ്ഞ ശേഷമാണ് കുഴിച്ചിട്ടാണ് റെഡിയായി വരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ തലക്കൊക്കെ തുഞ്ചത്തൊക്കെ ഓരോന്നുണ്ട് കേട്ടോ. നമ്മൾ വളച്ചുകൊണ്ട് എടുക്കാൻ കഴിയും. ഇത് പറിച്ചതിമ്പോൾ ഒന്നുണ്ട്, ഇതായിക്കൂലേ, ഇത് പറിച്ചോട്ടോ. ഏതായാലും ഒക്കെ പറിച്ചത് തലക്ക് ഇവിടെ ഒന്നിതാ, അയാൾ ഇതായില്ലേ, അതൊക്കെ പറിച്ചു. ഇത് നമുക്ക് കൊമ്പഞ്ഞ് ഇത് കഴിഞ്ഞിട്ട് പൂ കഴിഞ്ഞിട്ട് ഇവിടെ വെട്ടി കൊടുക്കണം. മോൾക്ക് പൊന്തിണീന് പന്തലിച്ചുണ്ടാണ്, എന്നാൽ നമുക്ക് കയറാതെ പറിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അത് 2-3 കിട്ടി. ഇനി ഇവിടെയൊക്കെ വലുതാവാണ്ട്, വലുതായിട്ട് പറിക്കാം. തായ്ലൻഡ് കുള്ളൻ്റെ അടുത്ത് തന്നെ നമ്മൾ കാലാപ്പാടി മാവും തൈ വെച്ചിട്ടുണ്ട്. കാലാപ്പാടിൻ്റെ മാവും തൈ വെച്ചിന്, അത് തൂമ്പ് വരുന്നുള്ളൂ കേട്ടോ, വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി പിടിച്ചണ മഴയൊന്ന് അതവിടെ ചെറിയ തൂമ്പ് വരുന്നുണ്ട്. ഇവിടെ സെറ്റ് ആയിക്കോളും. ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഉണ്ടായി, കുറച്ചും ഇങ്ങോട്ട് തള്ളി ഉണ്ടായാലും കുഴപ്പമില്ല. മറ്റേത് കുള്ളനല്ല, അത് അവിടെ ഇങ്ങനെ ഉണ്ടായിക്കോളും. ഇത് കാലാപ്പാടിയാണ്. പിന്നെ അതേപോലെ അവിടെ സപ്പോർട്ടുണ്ട്. സപ്പോർട്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ പൂവ് ഉണ്ടാവണുള്ളൂ കേട്ടോ, കാരണം 1-2-3 കായൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ പറിച്ച് കായ്കളെ പറിച്ച് റബ്ബർ കായുണ്ട്, പിന്നെ ചെറിയ ചെറിയ കായ്കൾ ഇഷ്ടമുണ്ട്, അതങ്ങനെ ഉണ്ടാവും. അപ്പോൾ വീഡിയോ നിർത്താം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമ്മൾ ചാനൽ ഇതിലേക്കും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ആക്കി വെക്കുക. അപ്പോൾ ഇതിൽ നല്ല കിടിലൻ വീഡിയോയുമായി കാണുന്നതിലേക്കും ഗുഡ് ബൈ.